ഇന്നത്തെ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗ്രീൻ വാലി ചാഴൂർ. നമസ്കാരം, ഓർക്കിഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷോക്കടിച്ചാൽ ഊരാൻ ഫ്യൂസോ ഓഫ് ചെയ്യാൻ മെയിൻ സ്വിച്ചോ ഇല്ല. മരണഭയം തീർത്ത ആയുർവേദ ആശുപത്രിക്ക് കീഴെ വയസ്സഹിതരായി രോഗികൾ. അന്തിക്കാടിനെ ചുവപ്പണിയിച്ച വിപ്ലവാചാര്യൻ PK ശങ്കരൻ ഓർമ്മയായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കുറുന്തോട്ടിക്ക് വാദം വന്നപ്പോൾ പുത്തൻപീടിക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മരുന്നും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാതെ രോഗികൾ കഷ്ടപ്പെടുന്നു. വർഷകാലം എത്തിയതോടെ കൈകാൽ തരിപ്പും ഇടുപ്പുവേദനയും തണ്ടൽ വേദനയുമായി എത്തുന്ന സാധാരണക്കാരായ രോഗികളെ അടുത്തുള്ള പ്രൈവറ്റ് മരുന്ന് കടയിലേക്ക് പറഞ്ഞുവിടുമ്പോൾ ആയിരക്കണക്കിന് രൂപയാണ് ദിനംപ്രതി രോഗികൾക്ക് ചിലവാകുന്നത്. ഒപ്പം ഷോക്കടിച്ച് മരിക്കേണ്ടി വരുമോ എന്ന ഭയം കൂടിയാകുമ്പോൾ രോഗികൾ പരിഭ്രാന്തരാകുന്നു. ഒരു റിപ്പോർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ തന്നെ 30 ബെഡുകളുള്ള ഏക ആശുപത്രിയിൽ രോഗികൾ കഴിയുന്നത് ഷോക്കിനെ ഭയന്ന്. മാസങ്ങൾക്ക് മുമ്പ് തകർന്ന സ്വിച്ച് ബോർഡും മെയിൻ സ്വിച്ചും മീറ്ററും കാരണം ലൈനിൽ നിന്ന് നേരിട്ടാണ് വൈദ്യുതി സപ്ലൈ എത്തുന്നത്. വർഷക്കാലമായതോടെ പഴക്കം ചെന്ന വയറിംഗിൽ വെള്ളം കിനിയുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ് ആശുപത്രി. വൈദ്യുതി പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഇലക്ട്രിസിറ്റി കാലം വന്ന് നേരിട്ട് മീറ്ററിൽ വന്നിട്ട് അവിടുന്ന് ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റേ നമ്മുടെ മെയിൻ സ്വിച്ചോ മറ്റേ ഫ്യൂസോ ഇവിടെ വർക്ക് ചെയ്യണില്ല. ആ പദത്തിൽ ആരെങ്കിലും വല്ല പ്ലഗ് ലൈനൊക്കെ എന്തെങ്കിലും ഉണ്ടായി ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആള് തട്ടിപ്പോവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള അതില്ല, സൗകര്യമില്ല. വയറിംഗ് വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. ലൈറ്റുകളും കുറവാണ്. ഫാന് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ അവസ്ഥകള്. ഞങ്ങളുടെ അടുത്ത് ഇതുവരെയ്ക്ക് ഒരു ഓഫീസർ വന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഇല്ലില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളിവിടെ വന്ന് കിടക്കുന്നുണ്ട്. മറ്റേ ഡ്യൂട്ടി ഡോക്ടർമാർ വന്ന് പോകുന്നല്ലാതെ കണ്ട് വേറെ ഉത്തരവാദിത്തപ്പെട്ടുള്ള വേറെ ആരും ഞങ്ങളുടെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ കാശ് കൊണ്ട് ചെലവാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കിട്ടും, അത്ര തന്നെ. ഇവിടുന്ന് ആനുകൂല്യമായിട്ട് കിട്ടുന്ന ഒരു കഷായം മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്നുണ്ട്, അത് മാത്രം, വേറെ ഒന്നുമില്ല. മരുന്നായിട്ട് വേറെ ഒന്നും തരുന്നില്ല? ഇല്ല, എല്ലാം പുറത്ത് വാങ്ങിക്കാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഹോട്ടൽ പണിക്കാരനാണ്. എനിക്ക് കിട്ടുന്നത് നമ്മളെ 8,400 രൂപ ശമ്പളം കിട്ടുന്നത്. അതിൽ കൊടുത്തെല്ലാം വഴി കിട്ടുന്ന 1000 രൂപയിൽ എനിക്ക് ചെലവ് വരുന്നത് ഇവിടെ 6 രൂപ ചെലവ് വരുന്നുണ്ട് ഒരു സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ഒരു മാസം എൻ്റെ കുടുംബത്തിന് എങ്ങനെ ഞാൻ ചെലവാക്കുന്നത് അത്രയും ബുദ്ധിമുട്ട് അവിടെ വരുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ മരുന്നില്ലാതെ നട്ടം തിരിയുകയാണ് രോഗികൾ. വർഷക്കാലം ആരംഭിച്ചതോടെ കൈകാൽ തരിപ്പും ഇടുപ്പുവേദനയുമായി എത്തുന്ന രോഗികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെ ബില്ലാണ് മരുന്ന് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ചിലവ് വരുന്നത്. കഷായം മാത്രമാണ് ആശുപത്രി അധികൃതർ നൽകുന്നത്. പക്ഷേ മരുന്നിന് എഴുതിയത് 200 രൂപ തൈലം. ഒരു മരുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ സഹായം കിട്ടുന്ന വെച്ചിട്ട് വന്നതാണ്. ഇപ്പൊ അടുത്തുള്ളൊരു ആശുപത്രി വന്നിടുന്ന ചെറിയ സഹായം കിട്ടണ്ട, അത് വേണം ഞങ്ങൾക്ക്. 6 കാലിലാണ് 30 ഞാൻ ഇവിടെ കിട്ടുന്നുണ്ട്. അന്നെല്ലാം മരുന്ന് കിട്ടിയിരുന്നു. പക്ഷെ ഇന്നില്ല എന്നിപ്പോ പറയുന്നു ഇവിടെ കിടക്കുന്നവരൊക്കെ. ഇല്ല സാറേ, ഞങ്ങളൊക്കെ തൈലം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുകയാണ്. പൈസ കൊടുത്ത് കഷായം കിട്ടുന്നുണ്ട് ഇവിടുന്ന്. 2 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്, കാലത്തെ പാലും ബ്രെഡും ഉണ്ട്. അല്ലാതെ ഒന്നുമില്ല. മരുന്നൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നു. നല്ല സംഖ്യ വരുന്നുണ്ട്.
അപ്പം അതിനുള്ള മാർഗമൊന്നുമില്ല. 800 ഉറുപ്പ്യ 500 ഉറുപ്പ്യ ഒക്കെ മരുന്നിന് ഓരോ ദിവസം ചെലവ് ഓരോ ദിവസമല്ല, ഒരാഴ്ചക്ക് അല്ലെങ്കിൽ 4 ദിവസത്തിനൊക്കെ ചെലവ് വരുന്നു. രാവിലെ പാലും ബ്രെഡും ഉച്ചയ്ക്കും വൈകുന്നേരവും ചോറും പയറും കൃത്യമായി ലഭിക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ കിഴിവെക്കുന്നതിനായി 3 ലിറ്റർ മണ്ണെണ്ണ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നതാണ് രോഗികളെ വിലക്കുന്ന മറ്റൊരു കാര്യം. ഓരോ രോഗിയും ലിറ്ററിന് 80 രൂപ നിരക്കിൽ കിട്ടാവുന്ന സ്ഥലം അന്വേഷിച്ച് ഓടി നടന്നാണ് മണ്ണെണ്ണ കണ്ടെത്തുന്നത്. കട്ടിലിനടിയിലും മറ്റും സൂക്ഷിക്കുന്ന മണ്ണെണ്ണ ക്യാനുകളും അപകടം വരുത്താൻ പോന്നവയാണ്. ആദ്യമെല്ലാം തൈലങ്ങളും ആസവങ്ങളും ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ യാതൊന്നും ലഭിക്കാത്ത സ്ഥിതി വന്നിരിക്കുന്നു. ആശുപത്രിക്ക് അടുത്തായി പ്രവർത്തിക്കുന്ന ആയുർവേദശാലയിലേക്ക് മരുന്ന് കുറിക്കലാണ് ഡോക്ടറുടെ പ്രധാന ജോലി. ചെറിയ ഇടുപ്പുവേദനയുമായി എത്തുന്ന രോഗിക്ക് ഒരാഴ്ചത്തെ ഇല ഉഴിച്ചിലിനും പൊടി ഉഴിച്ചിലിനും മാത്രമായി 6000 രൂപയും തുടർന്നുള്ള കിഴിക്കും ധാരയ്ക്കും മറ്റ് ചിലവുകൾക്കുമായി 9000 രൂപ കൂടി ചേരുമ്പോൾ 15 ദിവസത്തെ ചികിത്സയ്ക്ക് ചിലവ് 15000 രൂപയോളം വരുന്നെന്ന് രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാര്യത്തിൽ എങ്ങനെയാണ്? കാര്യത്തിൽ ബാത്റൂമും പിന്നെ മറ്റ് വാഷ് ബേസിന്റെ സൈഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാപ്പൊക്കെ വളരെ മോശമാണ്. വളരെ മോശം തൊടാൻ തന്നെ അടയ്ക്കും. ബാത്റൂമിൻ്റെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ചുമരൊക്കെ അതുപോലെ തന്നെ റെസ്റ്റ് റൂമിൻ്റെ സൈഡ് ടൈലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിട്ടിരിക്കുക. നമുക്ക് കെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടാത്തൊരു അന്തരീക്ഷത്തിലാണ് നമുക്ക് എടുക്കുന്നത്. കാരണം നിവൃത്തിയില്ലല്ലോ എന്നുള്ളതാണ്. ഈ വൈദ്യുതിനെ കുറിച്ച് ആശങ്കയില്ല? വൈദ്യുതിയെ കുറിച്ച് ആശങ്കയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാല് നമ്മൾ ഷോക്കടിക്കുകയും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ പോയതല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ബ്രേക്കറോ ജനറേറ്ററോ ഒന്നുമില്ല, മെരുന്നില്ല, ഒന്നുമില്ല, ചികിത്സയൊന്നും കാണില്ല. അങ്ങനെയുള്ളൊരു ഇത് കാണുന്നുണ്ട്. ആശുപത്രിയിൽ ചികിത്സാ സേവനങ്ങൾ തന്നെ ഇവിടെ ഒരു വെള്ള കഷായം കിട്ടും, അത്ര എണ്ണയാണ്. വേറെ ഒന്നുമില്ല. ചോറ് കിട്ടും, ബ്രെഡ് കിട്ടും, പാല് കിട്ടും, അത്ര തന്നെയാണ്. 30ഓളം പേരെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ ഇന്ന് ഇവരെ പരിചരിക്കുന്നത് ഒരു നഴ്സ് മാത്രം. 4 നഴ്സുമാർ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ ഒരാൾ പ്രസവാവധി എടുത്തതും മറ്റൊരാൾ ട്രാൻസ്ഫർ വാങ്ങിപ്പോയതുമാണ് ഒരാൾ പകലും ഒരാൾ രാത്രിയിലുമായി ചുരുങ്ങാൻ കാരണമായത്. വൈദ്യുതി പോയാൽ ഒരു മെഴുകുതിരി പോലും ലഭിക്കാനിടയില്ലാതെയാണ് രോഗികൾ വലയുന്നത്. ശുചീകരണത്തിന് ഒരാൾ മാത്രമുള്ളതും ഇയാളുടെ ലീവും കണക്കിലെടുത്താൽ ആശുപത്രിയുടെ കക്കൂസും വാഷ് ബേസിനുമെല്ലാം വൃത്തിയില്ലാതായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് 3 ലക്ഷം രൂപ ഔഷധിയിലേക്ക് മരുന്നിനായി നൽകിയിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മരുന്ന് എത്താത്തതാണ് രോഗികൾ കഷ്ടപ്പെടാൻ കാരണമെന്നും അടിയന്തരമായി മരുന്നെത്തിക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്നും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TI ചാക്കോ പറഞ്ഞു. ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ രാവിലെയും വൈകിട്ടും 3 നേരം ഭക്ഷണം ഉള്ളത് തരുന്നുണ്ട്, കഷായ വെള്ളം തരുന്നുണ്ട്. ബാക്കിയുള്ള ഒരു പ്രിപ്പയർഡ് മെഡിസിൻസ് ഒന്നും എന്താ ഇതിലില്ല, എന്തുണ്ടായാലും കിട്ടില്ല. പ്രിപ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആരും എന്താ അവസ്ഥ എന്നുള്ളത് സർക്കാർ തരാനുണ്ട്. അതിന്റെ മരുന്ന് സാധാരണ മരുന്ന് കിട്ടി എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല. ഇതിപ്പോ ആശുപത്രിയിലെ വയറിംഗ് അറ്റകുറ്റപ്പണികൾക്കായി 1,92,612 രൂപ PWDയിൽ അടച്ചിട്ടുണ്ടെന്നും 1 മാസത്തിനുള്ളിൽ ദർഗാസ് പരസ്യം നൽകി മാർച്ചിൽ പണി പൂർത്തീകരിക്കേണ്ട അധികൃതർ മാസം കഴിഞ്ഞിട്ടും ജോലി തീർക്കാത്തത് അപകടം വരുത്താൻ കാരണമാകുമെന്നും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശിയും പറയുന്നു. അടിയന്തരമായിട്ട് ഇലക്ട്രിക് വിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള നടപടികൾ പഞ്ചായത്ത് ഏറ്റെടുക്കും. ഇന്ന് തന്നെ പോയി അതിനുള്ള നടപടികൾ ചെയ്യും. കിട്ടാത്തത് നമ്മൾ ഗവൺമെന്റ് വഴി വരുന്ന മരുന്നുകൾ നമ്മൾ ഔഷധിയിലാണ് അത് വാങ്ങിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രൊജക്ട് വെച്ച് വർഷങ്ങളിൽ നമ്മൾ പൈസ കൈമാറി ഫണ്ട് കൈമാറി മരുന്നുകൾ വന്നിരുന്നു. പക്ഷെ ഔഷധി എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്ന് മരുന്നുകൾ ഇപ്പോഴും വരാൻ സമയബന്ധിതമായിട്ട് കിട്ടാൻ ഇപ്പോഴും വളരെ പ്രയാസമാണ്. ഇനി അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി നേരിട്ട് ഔഷധിയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള രോഗികൾക്ക് മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇന്ന് തന്നെ ഞങ്ങൾ കൈക്കൊള്ളും. ഇവിടെ കൂടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് ഒഴിവാക്കണമെന്ന്, സ്റ്റൗ മണ്ണെണ്ണ വാങ്ങിക്കുന്ന കാര്യം.
അത് അന്നേ തന്നെ HMC കൂടിയപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ രോഗികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ വരുന്ന മരുന്ന് അത് നമ്മൾ വരുന്ന രോഗികൾക്ക് കൊടുക്കുക, അവർക്ക് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് പഞ്ചായത്തിന്റെ നിലപാട്. അപകടങ്ങൾ വരുമ്പോൾ മാത്രം മുൻകരുതലുകൾ സ്വീകരിക്കുന്ന ഉദ്യോഗവൃന്ദത്തിന് വലിയൊരു അപകടത്തിന്റെ മണിയൊച്ച പടിക്കലെത്തിയത് ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഒട്ടുമിക്ക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളിലും മരുന്നെത്തുമ്പോഴും ഇവിടെ മാത്രം മരുന്നു ലഭിക്കാത്തത് തൊട്ടടുത്ത ആയുർവേദ മരുന്നു കച്ചവടക്കാരെ സംരക്ഷിക്കാനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന രോഗികളുടെ സംശയവും തള്ളിക്കളയാൻ ആകുന്നില്ല. പുത്തൻപീടിക KR ചുമ്മാർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മാത്രം മരുന്നുകൾ കിട്ടാനില്ല എന്നത് അവിശ്വസനീയമാകുന്നു. ഒരു വെളിപ്പാടകലെ താന്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിറയെ മരുന്നുകളുണ്ടെന്ന് ആശുപത്രി ജീവനക്കാരും മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളും സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ മരുന്നുകളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ദിവസം ഒരാള് കട്ടി വരുന്നുണ്ട്. 60-70 ആൾക്കാരൊക്കെ ഒരു ദിവസം വരുന്നുണ്ട്. ചികിത്സയിലിങ്ങനെ ഇപ്പൊ ഇന്ന് തന്നെ വന്നിട്ടുണ്ട് ഈ മഴയായിട്ട് 10-60 പേര് വരുന്നുണ്ട്. അവർക്കൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും മരുന്ന് കൊടുക്കും. ഡോക്ടർ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. ഡോക്ടർ ഇപ്പൊ മീറ്റിങ്ങിന് പോയാലും മരുന്ന് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഇവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ പഴയ ലിസ്റ്റ് പ്രകാരം മരുന്ന് കൊടുക്കും. പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് മാത്രം പിന്നെ ഡോക്ടറിന് രണ്ട് കൊടുക്കാൻ പറ്റില്ല. പരാതിയൊന്നുമില്ല. ഏകദേശം 60-നും 70-നും ഇടയിൽ അസുഖബാധിതർ കിടത്തി ചികിത്സയില്ലാത്ത ഈ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാനെത്തുന്നുണ്ട്. ചെത്തുതൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വിപ്ലവാചാര്യൻ PK ശങ്കരൻ അന്തരിച്ചു. വിപ്ലവങ്ങൾ ഉറങ്ങുന്ന അന്തിക്കാടിന്റെ മണ്ണിൽ CPM രൂപീകരണ സമയത്തെ ഏക ബ്രാഞ്ചായ പടിയം ബ്രാഞ്ചിലെ 7 അംഗങ്ങളിൽ ഒരാളായിരുന്നു PK ശങ്കരൻ. പിന്നീട് പ്രദേശത്ത് ചെത്തുതൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ശങ്കരൻ. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITU സെക്രട്ടറിയായിരുന്നു. ചെത്തുതൊഴിലാളി യൂണിയൻ ഫെഡറേഷൻ അംഗം, അന്തിക്കാട് 818 സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ചെത്തുതൊഴിലാളി സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം, പാൽ വിതരണ സഹകരണ സംഘം പ്രസിഡന്റ്, CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാർദ്ധക്യ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും. തുടർന്ന് 11 മണിക്ക് അന്തിക്കാട് സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേരും. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KK ശ്രീനിവാസൻ, സെക്രട്ടറി PK അരവിന്ദൻ, CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി AV ശ്രീവത്സൻ തുടങ്ങിയവർ അനുശോചിച്ചു. ഭാര്യ അമ്മിണി, മക്കൾ ഉഷ, സുമേഷ്, അജിത, മരുമക്കൾ നിർമ്മലൻ, ബാബു, സിന്ധു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ സാമൂഹ്യ വനവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. 1000-ഓളം വൃക്ഷത്തൈകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചന്ദനം, രക്തചന്ദനം, മഹാഗണി, നെല്ലി മുതലായ മരങ്ങളാണ് നട്ടുപിടിപ്പിക്കുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചൊവ്വാഴ്ച നാട്ടിക ഗ്രാമപഞ്ചായത്ത് ശ്മശാന ഭൂമി കോമ്പൗണ്ടിൽ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആചരണത്തിന്റെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 വൃക്ഷത്തൈകൾ പൊതുസ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ശ്മശാനത്തിൽ ഏതാനും തൈകൾ നട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തന പരിപാടികളുടെ ഉദ്ഘാടനം ഇന്നിവിടെ നടക്കുകയാണ്. നമുക്കറിയാം, രാജ്യവും ലോകവും നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്ന് ആഗോള താപനം തന്നെയാണ്. കുടിവെള്ളത്തെക്കുറിച്ച് രാജ്യവും ലോകവും ആശങ്കയിലാണ്. അതുപോലെ തന്നെ ഊർജ പ്രതിസന്ധി നമ്മെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നായി തന്നെ ഉയർന്നു വരുന്നത് ആഗോള താപനമാണ്. ആഗോള താപനത്തിന് മരമാണ് മറുപടി എന്നാണ് നമുക്കിതിൽ നിന്നും കണ്ടെത്താനും തെളിയിക്കാനും സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഒരു സാമൂഹ്യ ഹരിതവൽക്കരണം അല്ലെങ്കിൽ സാമൂഹ്യ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നാട്ടിക പഞ്ചായത്ത് 1000 വൃക്ഷത്തൈകൾ പൊതുസ്ഥലങ്ങളിൽ, പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിൽ,
സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഒരു സാമൂഹ്യ ഹരിതവൽക്കരണത്തിന് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുകയാണ്. ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ആണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിജി നിതിൻ, VR വിജയൻ, MV വിമൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK മോഹനൻ, ശ്രീദേവി മാധവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ അഡാക്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കുറുമ്പില പാടശേഖരത്തിൽ മത്സ്യവിത്തുകൾ നിക്ഷേപിച്ചു. 3 ലക്ഷത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. രോഹു, കട്ല, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ശുദ്ധജല മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പാടശേഖര സമിതി അംഗങ്ങളും അഡാക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഒരിടവേള. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, AB ലോഞ്ച്, AB കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. ഗാർഡൻ സെറ്റിംഗ്, ഗാർഡൻ സർവീസിംഗ്, ഇന്റർലോക്ക്, ടൈൽ സപ്ലയേഴ്സ്. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. നിങ്ങളുടെ വീട്ടുമുറ്റങ്ങൾക്ക് മനോഹാരിതയുടെ വർണ്ണശോഭ ഇനി എല്ലോന ഗാർഡനിലൂടെ. പച്ചപുതച്ച പുൽത്തകിടികളിൽ വർണ്ണ വസന്തം വിരിയിക്കുന്ന പൂക്കളാൽ സമ്പന്നമായ വീട്ടുമുറ്റം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുന്നു. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വ്യത്യസ്തവും നൂതനവും ആധുനിക രീതിയിലുള്ളതുമായ മോൾഡുകളിൽ തയ്യാറാക്കിയ ഈടുറ്റ ഇന്റർലോക്ക് ടൈൽസ്. വീടിന്റെ ഭംഗി ഇനി തൊടിയിലും വിടരട്ടെ. ഇന്ന് തന്നെ ബന്ധപ്പെടുക. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. എല്ലോന ഗാർഡൻസ്, തെക്കേമഠം ബിൽഡിംഗ്, തെക്കേമഠം റോഡ്, തൃശൂർ. ഫോൺ 9495041227. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. 0487227372. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. മനസ്സിനിണങ്ങിയ ഹൗസ് പ്ലോട്ടുകൾ ഇനി പെരുമയുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. തൃശൂർ തൃപ്രയാർ ആലപ്പാട് റോഡിൽ പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയ്ക്ക് സമീപം പ്രധാന റോഡിന് അഭിമുഖമായി 7 മുതൽ 10 സെന്റ് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഗ്രാമീണ സൗന്ദര്യത്തിന്റെ മിഴിവിൽ കായ്ഫലം തരുന്ന കേരവൃക്ഷങ്ങളുടെ പച്ചപുതച്ച തണലിൽ ജലലഭ്യതയാൽ സമ്പന്നമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ
സുവർണ അവസരം. കാത്തിരിപ്പില്ലാതെ കൈകളിൽ വന്നു ചേർന്ന വാസയോഗ്യമായ ഹൗസ് പ്ലോട്ടുകൾക്ക് ഇന്ന് തന്നെ വിളിക്കുക. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് രാവിലത്തെ പ്രഭാത സവാരി മുതൽ നീന്തൽ വരെയുള്ള വ്യായാമ മുറകൾക്ക് പ്രത്യേക സംവിധാനങ്ങൾ. തൃശൂരിലേക്കും തൃപ്രയാറിലേക്കും കാഞ്ഞാണിയിലേക്കും ഹൗസ് പ്ലോട്ടിന് മുന്നിലൂടെ ഏത് സമയത്തും ബസ് സർവീസ്. 2 കിലോമീറ്ററിനുള്ളിൽ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രി, പഴുവിൽ പുത്തൻപീടിക മിഷൻ ആശുപത്രികൾ. 1 കിലോമീറ്ററിനുള്ളിൽ വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, KICB, കൃഷി ഓഫീസ്, BSNL ഓഫീസ്. 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമുള്ളിൽ ഗവൺമെന്റ് സ്കൂളുകളും CBSE സ്കൂളുകളും. ഹിന്ദു സമൂഹത്തിന് ആരാധനയ്ക്കായി 1/2 കിലോമീറ്ററിനും 1 കിലോമീറ്ററിനുമിടയിൽ പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രവും ചാഴൂർ ഭഗവതി ക്ഷേത്രവും ആവണങ്ങാട്ട് കാനാടി മഠങ്ങളും കൂടാതെ പ്രസിദ്ധമായ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രം. ക്രിസ്തീയ സമൂഹത്തിന് ആരാധനയ്ക്കായി 1 കിലോമീറ്ററിനും 2 കിലോമീറ്ററിനുമുള്ളിൽ പഴുവിൽ ചെമ്മാപ്പള്ളി പുത്തൻപീടിക പള്ളികൾ. മുസ്ലിം സഹോദരങ്ങൾക്കായി 1/2 കിലോമീറ്ററിനും 1.5 കിലോമീറ്ററിനുമിടയിൽ ചാഴൂർ, താന്യം, പെരുങ്ങോട്ടുകര ജുമാ മസ്ജിദുകൾ. നമ്മൾ തേടി നടന്നതും ആഗ്രഹിച്ചതുമായ ഹൗസ് പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ഇനിയും കാത്തിരിക്കണോ? ഇന്നു തന്നെ വിളിക്കുക. സ്വപ്ന സൗധങ്ങൾ ഇനി ഈ പുണ്യഭൂമിയിൽ ഉയരട്ടെ. ബന്ധപ്പെടേണ്ട നമ്പർ 9447 670 466, 9447 745670, 9447 032716, 9446 724056. ഗ്രീൻ വാലി, ചാഴൂർ. റൂറൽ IT ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുത്ത PSC കേരള സർക്കാർ അംഗീകൃത സീഡിംഗ് സെന്ററായ വലപ്പാട് ITDCയിൽ കമ്പ്യൂട്ടർ പഠനത്തോടൊപ്പം ഇനി സമ്മാനമഴയും. കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ചേരുന്ന എല്ലാവർക്കും ജോബ് പ്ലേസ്മെന്റിനൊപ്പം ഉറപ്പുള്ള സമ്മാനങ്ങളും. കൂടാതെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സൈക്കിൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. വെക്കേഷൻ കോഴ്സുകൾക്കും ഈ പദ്ധതി ബാധകമാണ്. നിങ്ങളുടെ സീറ്റുകൾ ഇന്നു തന്നെ ഉറപ്പാക്കൂ. ITDC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഓഫീസിന് മുകളിൽ, വലപ്പാട്. വാർത്തകൾ തുടരുന്നു. പകൽ സമയങ്ങളിൽ കത്തിക്കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഇന്ന് പതിവ് കാഴ്ചയായിരിക്കുകയാണ്. വൈദ്യുതി ക്ഷാമത്തിന്റെ പേരിൽ അമിത ചാർജ് ഈടാക്കുകയും സമയബന്ധിതമല്ലാതെ പവർ കട്ട് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഈ അനാസ്ഥ. ചിറക്കൽ KICB സെക്ഷന് കീഴിലുള്ള ചെമ്മാപ്പള്ളി തൃപ്രയാർ റോഡിലാണ് ദിവസം മുഴുവനും തെരുവ് വിളക്കുകൾ കെടുത്താതെ ഇത്തരത്തിൽ വൈദ്യുതി നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അധികൃതരോ KICB ഉദ്യോഗസ്ഥരോ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2013-2014 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി വികസന സെമിനാർ ചൊവ്വാഴ്ച നടന്നു. വാടാനപ്പള്ളി EMS സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ചെറുതായ പദ്ധതികളൊക്കെ ഗവൺമെന്റിനെ ആശ്രയിക്കാവുന്ന വാടാനപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നടുക്കരയിലും പടിഞ്ഞാറ് മേഖലയിൽ 2 വാർഡ് കുടിവെള്ളത്തിന് എല്ലാ കാലത്തും പ്രശ്നങ്ങളാണ്. ഇത്തവണ ഗവൺമെന്റ് അടിയന്തര പ്രാധാന്യത്തോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള തൃശ്ശൂരിൽ വന്ന് അതാത് ജില്ലയിലെ MLA ഉൾപ്പെടെയുള്ള യോഗം നടത്തി ഗ്രാമപഞ്ചായത്തിന് അടിയന്തര പ്രാധാന്യത്തോടെ 50,000 രൂപ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമം ദീർഘവീക്ഷ നടക്കുകയാണ്. പക്ഷെ എല്ലാ കാലവും ഇങ്ങനെ പൈസ ചെലവാക്കി കുടിവെള്ളം കൊടുത്തത് ഫ്രീയായി നമ്മുടെ കയ്യിലുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് കൈവശം ഇരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബൈദ മുഹമ്മദ് പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EB ഉണ്ണികൃഷ്ണൻ, മുനീർ ഇടശ്ശേരി, സുബൈദ നൌഷാദ്, IV ഷൺമുഖദാസ്, രമാദേവി, ലീന രാമനാഥൻ, CB സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സൂരത് കുമാർ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി NR ജയൻ നന്ദിയും പറഞ്ഞു.
ഒരിടവേള കൂടി. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ നാലുംകൂടിയ സെന്ററിന് വടക്കുവശം പെരിങ്ങോട്ടുകര. 2013 ഏപ്രിൽ 9 മുതൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിന് വടക്കുഭാഗത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് ഞങ്ങൾ നിറം ചാർത്തുന്നു. പ്രമുഖ പെയിന്റ് നിർമ്മാണ കമ്പനികളായ ഏഷ്യൻ പെയിന്റ്സ്, നെരോലാക്, ഡ്യൂലാക്സ്, ഷാലിമാർ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി നൽകുന്നു. കൂടാതെ ബ്രഷ്, പോളിഷ്, വൈറ്റ് സിമെന്റ് തുടങ്ങിയ പെയിന്റിംഗ് സാധന സാമഗ്രികളുടെ വിപുലമായ ശേഖരവും. സന്ദർശിക്കുക. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ നാലുംകൂടിയ സെന്ററിന് വടക്കുവശം പെരിങ്ങോട്ടുകര. മനസ്സിന്റെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ട കമ്പനികളുടെ അതിവിപുല ശേഖരങ്ങളുമായി ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന മഴവിൽ വർണ്ണങ്ങളുടെ നിറക്കൂട്ടുകളുമായി സന്ദർശിക്കുക. 2013 ഏപ്രിൽ 9 മുതൽ ഓഗസ്റ്റ് 15 വരെ ഓരോ 500 രൂപ മുകളിലുള്ള കൂപ്പണുകൾ നറുക്കെടുത്ത് അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് വിജയ്ക്ക് കളർ TV സമ്മാനമായി നൽകുന്നു. നീലങ്കാവിൽ ഏജൻസീസ് പെയിന്റ് പ്ലാസ നാലുംകൂടിയ സെന്ററിന് വടക്കുവശം പെരിങ്ങോട്ടുകര. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ പെരിങ്ങോട്ടുകരയിലെ പ്രമുഖ പെയിന്റിംഗ് വിൽപ്പന കേന്ദ്രം. ഫോൺ 0487 267 688. മൊബൈൽ 9496 085433. അറിവിന്റെ വിസ്മയവുമായി ശ്രേയസ് പുതിയ അധ്യയന വർഷത്തിലേക്ക്. വിദ്യാധനത്തിന്റെ വിശ്വാസ്യത, ആത്മാർത്ഥമായ അധ്യാപനത്തിലൂടെ റെഗുലർ ട്യൂഷൻ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നു. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ബാച്ചുകൾ ചേർപ്പ് തൃപ്രയാർ ബ്രാഞ്ചുകളിൽ ഏപ്രിൽ 1 മുതൽ. +1, +2 സയൻസ് കോമേഴ്സ് ബാച്ചുകൾ. PSC ബാച്ചസ് ഫോർ LDC HSA സെറ്റ് 2013. മാസം തോറും മാതൃകാ പരീക്ഷകൾ, മോട്ടിവേഷൻ സെമിനാറുകൾ, സുദൃഢമായ അധ്യാപക രക്ഷാകർതൃബന്ധം. കൂടാതെ ശ്രേയസിന്റെ അധ്യാപക ഗവേഷണ വിഭാഗം മെനഞ്ഞെടുക്കുന്ന നൂതന ബോധന തന്ത്രങ്ങൾ. ഇത്തരം കഠിന പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടിക്കും വിജയിക്കാതിരിക്കാനാവില്ല. ശ്രേയസ് അക്കാദമി, റിലീഫ് കോംപ്ലക്സ്, പൂച്ചനിപ്പാടം റോഡ്, പെരുമ്പിളിശ്ശേരി. ബ്രാഞ്ചസ് നിർമാല്യം ബിൽഡിംഗ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം, ചേർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഫോൺ 0487 321 2126. മൊബൈൽ 9946 209711. മെഡിക്കൽ ക്യാമ്പ് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കതീഷുമ, വണ്ടിയിൽ സ്ഥലമുണ്ട്, വേണേ കയറിക്കോളി. ക്യാമ്പിൽ ഇന്ന് മരുന്ന് ഫ്രീ ആണെന്ന്. കേടമായിൻകുട്ടി, ഈ കണ്ട പ്രായത്തിനിടയില് നമ്മള് കൊറേ ക്യാമ്പ് സർക്കസ് ഒക്കെ കണ്ടിട്ടുള്ളതാ. നീ KC മോഹനം വൈദ്യരുടെ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാലേ ഈ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരു പ്രാവശ്യം പോയാ പിന്നെ ഈ ക്യാമ്പും വേണ്ട, ഓസിന് മരുന്നും വേണ്ട. അതേനേ, നമ്മുടെ കിഴക്കേലെ രാഘവൻ ഒരു വശം തളർന്ന് കിടന്ന് കിടപ്പായി പോയില്ലേ? വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലെ മരുന്ന് കഴിച്ച പിന്നെ ഓന്തേ വീണ്ടും നടക്കാൻ തുടങ്ങി. ഉളുക്കുവെട്ട്, അപ്പം വെക്കൽ, കിഴിവെക്കൽ, അങ്ങനെ ഒരുപാട് പാരമ്പര്യ ചികിത്സാ രീതികൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. KC മോഹനൻ വൈദ്യർ, വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രം, പോളി ജംഗ്ഷൻ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ, വലപ്പാട് PO, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര റോഡ് കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായി. സമീപത്തെ തണ്ണീർത്തടങ്ങൾ പലതും മണ്ണിട്ട് നികത്തിയതോടെയാണ് റോഡുകൾ മഴ കനത്തതോടേക്കും വെള്ളക്കെട്ടുകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒഴുകിയെത്തുന്ന വെള്ളം കാനകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വന്നു നിറയുകയാണ്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്.
ഇതുമൂലം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലെത്തുന്ന കൊച്ചുകുട്ടികളും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കാലവർഷം കനക്കുന്നതോടെ റോഡിൽ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ തൊഴിലാളികളെ അന്യായമായി പീഡിപ്പിക്കുന്ന മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം സ്വർണ്ണലത ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി ഷീല വിജയകുമാർ സ്വാഗതം പറഞ്ഞു. സോഫി തിലകൻ, സുനന്ദ രാജൻ, ലളിത ചന്ദ്രശേഖരൻ, മിനി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ കടൽ ക്ഷോഭിച്ചു. വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, പൊക്കാഞ്ചേരി ഭാഗങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറി. ജില്ലയിലെ തീരദേശ മേഖലകളിൽ കനത്ത മഴയാണ് ലഭിച്ചത്. വീടിനുള്ളിലേക്ക് വെള്ളം കയറിയും പല വീടുകളും ഇതുമൂലം തകർച്ചാ ഭീഷണിയിലാണ്. മഴ തുടർന്നാൽ തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. കാലവർഷം ശക്തമായതോടെ പല റോഡുകളും വെള്ളത്തിനടിയിലായി. അടിപൊളിയായി അല്ലേ? നമ്മളെ പണി കഴിഞ്ഞു. മണലൂരിൽ കനത്ത മഴയെ തുടർന്ന് കൂറ്റൻ ആൽമരം കടപുഴകി വീണു. വളർന്ന് പന്തലിച്ചു നിന്ന കൂറ്റൻ ആൽമരമാണ് രാവിലെ കടപുഴകി വീണത്. ഇതോടെ മരത്തിന് ചുറ്റും കെട്ടിയിട്ടിരുന്ന ആൽത്തറയും പൊളിഞ്ഞു. തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർത്തിട്ടുണ്ട്. നാട്ടുകാരും മരം മുറിക്കാരും ചേർന്ന് ആൽമരം മുറിച്ചു മാറ്റി. ഇനി ചരമ വാർത്തകൾ. കണ്ടശങ്കടവ് മാമ്പുള്ളി വടശ്ശേരി സുകുമാരൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ തങ്ക, മക്കൾ ലതിക, പത്മിനി, ഗിരിജ, ശശിധരൻ, ബിജി, രാജേഷ്, പരേതനായ രണദേവ്. മരുമക്കൾ മോഹനൻ, പ്രകാശൻ, തിലകൻ, പ്രിയ, മേഘ.